ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ സ്വാഗതം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. അഴീക്കോടൻ നീതിബോധത്തിന്റെ രക്തസാക്ഷ്യം. രക്തസാക്ഷ്യം അഴീക്കോടൻ. ഭാഗം 6. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഐക്യമുന്നണി ഏകോപന സമിതി കൺവീനറുമായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതവും പോരാട്ടങ്ങളും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോര പൂവുകളിൽ. പാടൂ ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ, കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വഞ്ചനയുടെ രക്തപങ്കിലമായ ഒരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടു. C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി 1969 നവംബർ 1 കുറുമുന്നണി മന്ത്രിസഭ അധികാരമേറ്റു. 1970 ഒക്ടോബറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒക്ടോബർ 4 വീണ്ടും അച്യുതമേനോൻ മന്ത്രിസഭ കോൺഗ്രസ് പങ്കാളിത്തത്തോടെ ഭരണം തുടങ്ങി. ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരന്റെ അപ്രതിരോധ്യമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും വഴങ്ങുകയും നിശബ്ദനാവുകയുമായിരുന്നു മുഖ്യമന്ത്രി അച്യുതമേനോൻ. 1971 ഡിസംബർ 28 കുപ്രസിദ്ധമായ തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അരക്ഷിതരായി തീർന്ന തലശ്ശേരിയിലും പരിസരത്തുമുള്ള മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിക്കുന്നതിന് അഴീക്കോടൻ രാഘവൻ മുന്നിട്ടിറങ്ങി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചെങ്കൊടി കെട്ടിയ കാറിൽ മൈക്ക് കെട്ടി ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കലാപബാധിത പ്രദേശങ്ങളിൽ സമാധാനം കൈവരുത്തുന്നതിനും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും നടത്തിയ പരിശ്രമങ്ങളുടെ നേതൃത്വം അഴീക്കോടനായിരുന്നു. 1967 EMS മന്ത്രിസഭയുടെ കാലത്ത് ട്രാൻസ്പോർട്ട് മന്ത്രി E.K. ഇമ്പിച്ചിബാവയായിരുന്നു. നിരവധി റൂട്ടുകളും പുതിയ ബസ് സ്റ്റേഷനുകളുമായി വളർച്ചയുടെ പാതയിലായിരുന്നു അക്കാലത്ത് KSRTC. 1968 KSRTCയിൽ നിയമിച്ച 700ഓളം ജീവനക്കാരെ അച്യുതമേനോൻ മന്ത്രിസഭ നിർദാക്ഷിണ്യം പിരിച്ചുവിടുകയുണ്ടായി. അഴീക്കോടൻ രാഘവൻ അവസാനമായി നയിച്ച തൊഴിലാളി സമരം അതായിരുന്നു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അഴീക്കോടൻ രാഘവൻ. ഞാൻ ചോദിക്കുകയാണ്, എന്തൊരു അഹങ്കാരവും അല്പത്വവുമാണിത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടും EMSനോടും ഇമ്പിച്ചിബാവയോടുമുള്ള പകയും പ്രതികാരവും തീർക്കാൻ പാവം തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുക. തൊഴിലാളി വർഗ മോചനവും പറഞ്ഞ് ചെങ്കൊടിയും പിടിച്ചു നടക്കുന്നവരല്ലേ നിങ്ങൾ ആരെയാ തിരിച്ചുവിട്ടത്? പാവം KSRTC തൊഴിലാളികളെ. ആരോടാ നിങ്ങളുടെ വീറും വാശിയും? ടാറ്റയോടും പുള്ളിയോടൊന്നും അല്ലല്ലോ, പാവം ഡ്രൈവറോടും കണ്ടക്ടറോടും അല്ലേ? ഞാനൊന്ന് പറഞ്ഞേക്കാം, പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണം, അല്ലാതെ ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. പാടൂ ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. അഴീക്കോടന്റെ ജീവിതത്തിനും ജീവിതാന്ത്യത്തിനും ഒരു സമാന്തര കഥ കൂടിയുണ്ട്. 21-ാം വയസ്സു മുതൽ തന്റെ ജീവിതം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഒരു സമരഭൂമിയാക്കി തീർത്ത നവാബ് രാജേന്ദ്രന്റെ ജീവിതയാത്രയാണത്. 1930 ഏപ്രിൽ മാസം നടന്ന പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കാളിയാവുകയും അറസ്റ്റും മർദ്ദനങ്ങളും സഹിക്കുകയും ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്ത
സ്വാതന്ത്ര്യ സമര സേനാനിയായ KV കുഞ്ഞിരാമ പൊതുവാൾ പിന്നീട് ഗുരുവായൂർ സത്യഗ്രഹത്തിലും പങ്കെടുത്തു. പയ്യന്നൂരിൽ നിന്ന് തൃശ്ശൂരിൽ തട്ടകമുറപ്പിച്ച പൊതുവാൾ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിനടുത്തുള്ള ആൽത്തറയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ മൈക്ക് കെട്ടി എന്നും പ്രസംഗിക്കുമായിരുന്നു. എന്താണ് സഹോദരന്മാരെ സർദാർ ഭഗത് സിംഗ് പറഞ്ഞത്? 7 കടലുകൾക്കപ്പുറത്ത് ഉറക്കം നടിച്ചു കിടക്കുന്ന ബ്രിട്ടന്റെ ബഹിരകരണങ്ങൾക്ക് നടുക്കം സൃഷ്ടിക്കുന്ന ഒരു ഉഗ്ര സ്ഫോടനം ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിയുമ്പോൾ ഭഗത് സിംഗും എത്തും. അതാണ് ആഗ്രഹിച്ചത്. സുഹൃത്തുക്കളെ, ആവശ്യമുണ്ട് മാതൃഭൂമിയുടെ മോചനത്തിന് വേണ്ടി പൊരുതാൻ തയ്യാറുള്ള യുവാക്കളെ. ശമ്പളം മരണമാണ്. കേരളത്തിലെ ആദ്യ ഇടതുപക്ഷ പത്രമായ പ്രഭാതത്തിന്റെ പ്രിന്ററും പബ്ലിഷറുമായിരുന്നു KV കുഞ്ഞിരാമ പൊതുവാൾ. പ്രഭാതം നിലച്ചപ്പോൾ 1940 ജന്മഭൂമി തുടങ്ങി. ഗോമതി, ദേശബന്ധു, മലയാളി, മലയാള രാജ്യം തുടങ്ങിയ പത്രങ്ങളിലെല്ലാം കുഞ്ഞിരാമ പൊതുവാൾ എഴുതി. തൃശൂർ കുറൂർമനയുടെ അടുത്തുള്ള തെക്കേയരങ്ങത്ത് ഭാർഗവി അമ്മയെയാണ് കുഞ്ഞിരാമ പൊതുവാൾ വിവാഹം ചെയ്തത്. പൊതുവാളിൻ്റെയും ഭാർഗവി അമ്മയുടെയും മകനായി 1950 രാജേന്ദ്രൻ ജനിച്ചത്. ചിറക്കൽ കണ്ണോത്ത് വീട്ടിൽ നിന്നും തൃശൂർ രാഷ്ട്രീയത്തിലേക്ക് വന്ന കരുണാകരൻ എന്ന യുവാവ് കുഞ്ഞിരാമ പൊതുവാളുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. പത്രപ്രവർത്തനത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രമുള്ള ഒരു കുടുംബത്തിലെ യുവാവ് സ്വാഭാവികമായി അതേ വഴിക്ക് തിരിഞ്ഞു. അഴിമതിക്കും അനീതിക്കുമെതിരായി പോരാടുന്ന 12 പേജുള്ള നവാബ് എന്ന ടാബ്ലോയിഡ് വാരികയുമായി തെക്കേയരങ്ങത്ത് രാജേന്ദ്രൻ എന്ന 21കാരനായ പത്രാധിപർ പ്രത്യക്ഷപ്പെട്ടു. 1971 നവംബറിൽ നവാബ് പുറത്തിറങ്ങി. 1965 സഖാവ് അഴീക്കോടിനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധം ആരംഭിച്ചു. അന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് വന്ന് റിപ്പോർട്ടിങ്ങും ചർച്ചയ്ക്കും ശേഷം എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. തൻ്റെ വിമർശനം ഏറ്റവും ന്യായമായ ഒന്നായിരുന്നു. അങ്ങനെ വേണം, തുറന്നു. അതിൻ്റെ ശേഷം പിന്നീട് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ യോഗത്തിന് വരുമ്പോൾ, പിന്നീട് സെക്രട്ടേറിയറ്റ് യോഗത്തിന് വരുമ്പോഴെല്ലാം കാണാറുണ്ട്. പിന്നീട് കൂടുതൽ അടുപ്പമായിട്ട് വന്നത് 1967 SSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മുന്നണി സഹായിയായി NK ശേഷൻ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. അതിൻ്റെ വിജയസാധ്യത സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് അഴീക്കോട് വടക്കാഞ്ചേരി വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധനയും റിപ്പോർട്ടും നൽകിയതിൻ്റെ ശേഷം സഖാവ് ചോദിച്ചു, ജയിക്കുമോടോ? ജയിക്കും എന്നാണ് പ്രതീക്ഷ എന്ന മറുപടി പറഞ്ഞു. എത്ര വോട്ടിന് ജയിക്കും? ഇതാണ് പിന്നത്തെ ചോദ്യം. പറഞ്ഞു 1000-ന്റെ മേലെ 2000-ന്റെ താഴെ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം പറഞ്ഞു. 1876 വോട്ടിനാണ് NK ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടത്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് പങ്കെടുത്തു. അഴീക്കോടൻ യോഗമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വാ നമുക്ക് സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞ് കാറ് കയറ്റി. അതിന് പോയി. എവിടേക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. സഖാവ് പറഞ്ഞു പോയി. അങ്ങനെ 10 ഹോട്ടലിൽ ചായ കുടിക്കാനാണ് പോയി. അതെനിക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഒക്കെ കഴിച്ചു തന്നു. അതിൻ്റെ പോയി ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതാ കഴിക്കേണ്ടതൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു, സഖാവ് അന്ന് വിലയിരുത്തി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും ശരിയായ ഒരു വിലയിരുത്തലായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ ചെലവാണ് നടത്തുന്നത്. യോഗത്തിന് വരുന്ന അവസരത്തിലെല്ലാം പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് പാർട്ടി ഓഫീസ് പടിഞ്ഞാറക്കോട്ട ഭാഗത്താണ്. ഇന്നത്തെ AC ഓഫീസിലാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. മാമറ്റേട്ടനാണ്
ജില്ലാ സെക്രട്ടറി. അങ്ങനെ അവിടെ ഒന്ന് യോഗം കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ആരെങ്കിലും ഒരു സഖാവിൻ്റെ കൂടെ അയക്കാറുണ്ട്. സഖാവ് ട്രെയിനാണെങ്കിലും ട്രാൻസ്പോർട്ടിനായാലും ഒരു സഖാവിനെ കൂട്ടി അയക്കും നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അങ്ങനെയാണ് സാറിൻ്റെ പതിവ്. 1972 സെപ്റ്റംബർ 23 ട്രാൻസ്പോർട്ട് തൊഴിലാളികളെ തന്നെ ഒരു യോഗത്തിനും വേണ്ടി സഖാവ് വരികയാണ്. ബസ് ഇറങ്ങി അവിടുന്ന് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നടന്ന് പോസ്റ്റ് ഓഫീസ് റോഡിൽ കൂടെ വരുന്ന അവസരത്തിലാണ് അതിദാരുണമായ രീതിയിൽ സഖാവ് അഴീക്കോടിനെ ആക്രമിച്ചു. 1970 മണ്ണുത്തി കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി തട്ടിൽ റബ്ബർ എസ്റ്റേറ്റിന്റെ 936 ഏക്കർ ഭൂമി അക്വയർ ചെയ്യാൻ അച്യുതമേനോൻ മന്ത്രിസഭ തീരുമാനിച്ചു. 2 കോടി രൂപ വില നിശ്ചയിച്ച് 50 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാനായിരുന്നു തീരുമാനം. എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു. റവന്യൂ ബോർഡ് മെമ്പർ സീനിയർ IAS ഓഫീസർ KK രാമൻകുട്ടിയായിരുന്നു കമ്മീഷൻ. സ്ഥലമെടുപ്പിൽ അഴിമതിയുണ്ടെന്നും മണ്ണുത്തിയിലെ ഒല്ലുക്കര കുന്നിൻപുറങ്ങൾ ഏറ്റെടുത്താൽ 5 ലക്ഷം രൂപ മാത്രമേ ചെലവ് വരൂ എന്നും രാമൻകുട്ടി കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിന് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചീഫ് സെക്രട്ടറി ഇടപെട്ടതായും കമ്മീഷൻ വെളിപ്പെടുത്തി. റിപ്പോർട്ട് അച്യുതമേനോൻ സ്വീകരിച്ചില്ല. പകരം സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് MU ഐസക്കിനെ പുതിയ കമ്മീഷനായി നിയോഗിച്ചു. 2 കോടി സർക്കാർ തീരുമാനിച്ച ഭൂമിക്ക് 30 ലക്ഷം രൂപ മാത്രമേ യഥാർത്ഥ വില വരൂ എന്ന് ഐസക് കമ്മീഷൻ കണ്ടെത്തി. ഈ ജില്ലയിലെ പാർട്ടിയുടെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് അഴീക്കോടൻ. നക്സലുകാരുമായി ബന്ധമുണ്ടായിരുന്ന ആര്യൻ പാർട്ടിക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിനെ തുടർന്ന് ആര്യനെ കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും പാർട്ടിയിലൊട്ടാകെ എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ആര്യനെതിരായിട്ടുണ്ടായി. അതിനെ തുടർന്ന് ആര്യനെ എങ്ങനെയെങ്കിലും ശരിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലായിരുന്നു അഴീക്കോടൻ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടപടിയെടുത്തതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആര്യനെ പുറത്താക്കി. അതിനുള്ള കടുത്ത വൈരാഗ്യം അഴീക്കോടനോട് വാശിയേറിയ പ്രവർത്തനത്തിലാണ് ആര്യൻ ഏർപ്പെട്ടത്. 1972 ഏപ്രിൽ 1 പുറത്തിറങ്ങിയ നവാബ് വാരികയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നു. തട്ടിൽ എസ്റ്റേറ്റ് ഇടപാടിൽ ആഭ്യന്തരമന്ത്രി K. കരുണാകരൻ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു വാർത്ത. വാർത്തയ്ക്ക് പിൻബലമേകുന്നതിന് ഒരു കത്തിന്റെ ഫോട്ടോസ്റ്റാറ്റും നവാബ് പ്രസിദ്ധീകരിച്ചു. അതായത് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് MV അബൂബക്കറിന് 15,000 രൂപ കൊടുക്കണം എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു. അതാണ് തത്വം. അത് നവാബിൽ പ്രസിദ്ധീകരിച്ചു. പാടൂ ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ.
1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതകഥ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത ഞായറാഴ്ച രാത്രി 7:30 ചെഞ്ചോരപ്പൂവുകൾ വീണ്ടും എത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. tvintimate@gmail.com